ഹലോ ഗുഡ് മോർണിംഗ്. ഹിയർ ഐ എം നൈസിസ് മണ്ണുത്തി പ്ലാന്റ്സ് ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ചെറിയ രീതിയിലെങ്കിലും മുതൽ മുടക്കില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ബൈസെൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാണ്. നമ്മൾ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കാം. നിങ്ങൾ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അഡ്രസ്സുകൾ അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പേരെങ്കിലും അതിന് തയ്യാറായിട്ട് ഇപ്പം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അത് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവർ നമ്മുടെ സെയിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ടാണ്. അത് വാട്സാപ്പ് ഗ്രൂപ്പ് ഒരു ചുരുങ്ങിയ നമ്പർ ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. അതിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ നമ്മൾ ആഡ് കൊടുക്കുമ്പോൾ ഒരുപാട് പേര് നമുക്ക് കസ്റ്റമേഴ്സായിട്ട് വരും. ഞാൻ ആദ്യം ചെയ്തത് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ നമ്മുടെ സെൽ ചെയ്യാനുള്ള ഓർക്കിഡ്സാണ് നമ്മൾ ആദ്യം സെൽ ചെയ്തത്. അതിൻ്റെ സെയിൽ പോസ്റ്റുകൾ കൊടുക്കായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് വന്ന കസ്റ്റമേഴ്സിനെ ചേർത്തുകൊണ്ടാണ് വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ഇപ്പോൾ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് വഴിയായിട്ടും നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. പലർക്കും പക്ഷേ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ സെയിൽ പോസ്റ്റ് ഇടുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് കൊണ്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് അത് ഞങ്ങൾക്കറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷേ ചിലരെങ്കിലും അതിൻ്റെ ആഗ്രഹം കൊണ്ട് അടുത്ത വീട്ടിലുള്ള കുട്ടിയോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ഒരു 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളോട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നാൽ അതിൽ കൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസിലും അതിൽ സെയിൽ പോസ്റ്റ് ഇടാനും ഉള്ള എല്ലാ കാര്യങ്ങളും അതിനൊരു ഹെൽപ്പ് എന്നുള്ള നിലയ്ക്ക് അവരെ കൂടി കൂട്ടുന്നത് നന്നായിരിക്കും. മാത്രമല്ല നമ്മളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെയധികം കാര്യങ്ങൾ നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മളെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ അതിലേക്ക് കൂടി അവരെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവരെ ചേർത്ത് നിർത്തുക. അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെ കൂടെ കൂട്ടുക, അവരോട് സംശയങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഈ വാട്സാപ്പ് ഒക്കെ ആദ്യകാലങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അത്രയ്ക്കും തന്നെ ഈസിയാണ് ഈ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിൽ ഒക്കെ നമ്മൾ സെയിൽ പോസ്റ്റുകൾ, നമ്മുടെ വീട്ടിലുള്ള ചെടിയാവട്ടെ, നമ്മളുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആവട്ടെ, എന്ത് വേണമെങ്കിലും നമുക്കതിൽ ഫ്രീ ആയി തന്നെ സെയിൽ പോസ്റ്റുകൾ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ചെടി ഞാൻ സെൽ ചെയ്യുന്നത് പോലെ എങ്ങനെയാണത് ആദ്യമായിട്ട് സെയിൽ പോസ്റ്റായിട്ട് എടുക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് കമൻ്റ് ചെയ്യണം. നമ്മളുടെ ചാനലും മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കതൊരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കാണുന്ന ചെടി നമുക്ക് ധാരാളമുണ്ട്. ലെറ്റ്യൂസ് കേളി ഫേൺ, ഇതാണ് സെൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന പിക്ക് ഉണ്ടല്ലോ, അത് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ ഒരാൾ ഇട്ടേക്കണ സെയിൽ പോസ്റ്റാണ്. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് സ്ക്രീനിൽ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജിൽ നമുക്ക് കാണാം ഒരു വീടിൻ്റെ പടം റൈറ്റ് സൈഡിലായിട്ട് കണ്ടില്ലേ. അപ്പോൾ ആ വീടുമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന നെക്സ്റ്റ് പേജാണ് മാർക്കറ്റ് പ്ലേസ് സെല്ല് കാറ്റഗറീസ്. സെല്ല് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ തുറന്നു വരുന്നത് ഇതായിരിക്കും. അതിൻ്റെ അടിയിൽ ഇതുപോലെ ഇങ്ങനെ ക്രിയേറ്റ് ന്യൂ ലിസ്റ്റിംഗ്, ഇവിടെ ഐറ്റംസ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്നത് ഇങ്ങനൊരു പേജായിരിക്കും. ഇതിപ്പോൾ എൻ്റെ പേജാണ്. ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ പിക്ചറോട് കൂടിയാണ് തുറന്നു വരുന്നത്. നിങ്ങളുടെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പിക്കോട് കൂടി അത് തുറന്നു വരും. അപ്പോൾ ഇവിടെ ആഡ് ഫോട്ടോ എന്ന് കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വിൽക്കാനുള്ള പ്ലാന്റിൻ്റെ. അത് നമ്മൾ വാട്സാപ്പിലൊക്കെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് അയക്കാറില്ലേ, ആ സെയിം മെത്തേഡിൽ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഫോട്ടോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗാലറിയിലേക്ക് എത്തി. നമ്മൾ ഗാലറിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യണം ഏത് പ്ലാന്റാണോ നമ്മൾ സെൽ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അട്രാക്റ്റീവ് ഫോട്ടോസ്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തപ്പോഴാണ് ആ ബ്ലൂ കളറിൽ ഒരു ഔട്ട്ലൈൻ പോലെ വന്നിട്ടുള്ളത്.
സ്ക്രീനിൻ്റെ വലത്തെ അറ്റത്ത് മുകളിലായിട്ട് നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഫോട്ടോസ് ആയിട്ടുള്ള ഒരു പേജിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ താഴെ കാണാം ടൈറ്റിൽ, പ്രൈസ്. അപ്പം ചെടിയുടെ പേര്, അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന പ്രൈസ്. അപ്പം നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാന്റിന് എത്രയാണ് ആൾക്കാർ ഇട്ടേക്കണേന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ഒരു സെയിൽ പോസ്റ്റ് കാണിച്ചില്ലേ, അതിൻ്റെ താഴെ നിങ്ങൾ നോക്കിയാൽ കാണാം അതിൻ്റെ അടിയിൽ അതിൻ്റെ പ്രൈസ് ഇട്ടിട്ടുണ്ട്. പേര് ലെറ്റ്യൂസ് കേളി ഫേണ്, 400 രൂപ. സെൻഡിങ് സൈസ് ഇട്ടുണ്ട്. അത്രയും ചെറിയ ചെടിക്കാണ് ആ പ്രൈസ് വരുന്നത്. പക്ഷേ ഞാൻ 180 രൂപയ്ക്ക് ഈ കാണുന്ന ബഞ്ച് ആണ് സെൻഡ് ചെയ്ത് കൊടുത്തത്. കാരണം നമുക്കിത് വീട്ടിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫില്ലപ്പ് ചെയ്തു. ടൈറ്റിൽ ലെറ്റ്യൂസ് കേളി ഫേണ്, പ്രൈസ് 180. കാറ്റഗറി ഗാർഡൻ, കണ്ടീഷൻ ന്യൂ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ചും കൂടി കാര്യങ്ങൾ കൊടുക്കാം. അതായത് ഇൻക്ലൂഡഡ് കൊറിയർ ചാർജ് ആണോ, അതായത് 180 രൂപ എന്ന് പറഞ്ഞാൽ പ്ലസ് കൊറിയർ ചാർജ് ഉണ്ടോ, അതൊക്കെ നമുക്ക് അതിൽ എഴുതാം. ഞാൻ ഹോം ഗ്രൗൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നഴ്സറീസിൽ നിന്നല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രൈസ് വൈസും നമ്മൾ കുറവിലാണല്ലോ ഇട്ടേക്കണം. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നെക്സ്റ്റ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുന്ന പേജ് ഇങ്ങനെയായിരിക്കും. ലിസ്റ്റ് ഇൻ യുവർ ഗ്രൂപ്പ്സ്. അപ്പോൾ നമ്മൾ ഉള്ള ഗ്രൂപ്പ്, അതായത് കൊടുക്കാനുണ്ട്, വാങ്ങാനാളുണ്ട്, അങ്ങനെ, അല്ലെങ്കിൽ എന്തും വിൽക്കാം, എന്തും വാങ്ങാം, അല്ലെങ്കിൽ പ്ലാന്റ്സുകളുടെ മാത്രമുള്ള ഗ്രൂപ്പ്സ്, ഇതിലൊക്കെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കോളത്തിൽ ടിക്ക് മാർക്ക് ചെയ്ത് പോവാം. മാക്സിമം 20 ഗ്രൂപ്പ്സിലെങ്കിലും നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇത് കണ്ടില്ലേ, എല്ലാം ബ്ലൂയിൽ വൈറ്റ് ടിക്ക് വന്നിട്ടുള്ളത്, അത് നമ്മളെല്ലാം ടിക്ക് ചെയ്തു. അടിയിലൊരു പബ്ലിഷ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലിസ്റ്റ് പബ്ലിഷ് ആവും. അതിന് സമയമെടുക്കും ചിലപ്പോൾ. അപ്പോൾ ചിലപ്പോൾ ഉടനെ തന്നെ ചില ഗ്രൂപ്പ്സുകളുടെ അഡ്മിൻസ് നിങ്ങളുടെ സെയിൽ പോസ്റ്റ് അപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻസ് ഇതുപോലെ നിങ്ങൾക്ക് വരും. അപ്പം നമ്മൾക്ക് നോക്കിയാൽ ഇതുപോലെ കാണാം നമ്മുടെ സെയിൽ പോസ്റ്റ്. സെയിം സൈസ്, പിന്നെ 180, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ കോളം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തില്ലേ, അതിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സെയിൽ പോസ്റ്റായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ വരും. അപ്പം ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇത് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് പ്രാക്ടീസ് ആവണം. പക്ഷേ ഇതിനേലും എളുപ്പമല്ലേ വാട്സാപ്പിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ എങ്ങനെയാണ് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക? നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഇതുപോലൊരു സെയിൽ പോസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പക്ഷേ എല്ലാവരും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവരായിരിക്കില്ല. അപ്പം ഇന്ന് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഈ പ്ലാന്റ് ഓൾറെഡി വാട്സപ്പ് വഴിയായിട്ട് നമ്മൾ സെൽ ചെയ്ത് കഴിഞ്ഞതാണ്. ഓൾറെഡി സെൻഡ് ചെയ്ത് കഴിഞ്ഞ ഇതാണ്. അന്ന് ഞാൻ എടുത്തു വെച്ച പിക്സ്, വീഡിയോസ് ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി സെയിൽ പോസ്റ്റ് മാർക്കറ്റ് പ്ലേസിൽ, ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഉടനെ തന്നെ മിക്കവാറും അഡ്മിൻസ് അത് അപ്രൂവ് ചെയ്യും. ആ മിനിറ്റ് തൊട്ട് അത് ആവശ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ബയേഴ്സിന് നമ്മുടെ സെയിൽ പോസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ സെയിൽ പോസ്റ്റിൽ നമ്മൾ പിക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്, പ്ലസ് കൊറിയർ ചാർജ്. അപ്പോൾ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവരുടെ അഡ്രസ്സ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊറിയർ ചാർജ് എത്ര വരും. ഇൻസൈഡ് കേരള എല്ലായിടത്തും ഏകദേശം ഒരേ റേറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അയക്കണ പ്ലാന്റിൻ്റെ വലിപ്പത്തിനും ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ ആ മിനിറ്റ് തൊട്ട് നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും, ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മെസ്സേജുകൾ നമ്മളെങ്ങനെയാണ് കാണുക, അതെവിടെയാണ് നോക്കേണ്ടത്, അതിന് റിപ്ലൈ കൊടുക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ഇനി പറയാം. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ അറ്റത്തായിട്ട് ഒരു എൻ പോലത്തെ ചിഹ്നം കാണാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് വന്ന മെസ്സേജസ് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ എസ്തർ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് പോകുമ്പോൾ അശ്വിൻ, അതുപോലെ അജയ്, 2 പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് അശ്വിനും അജയും ലെറ്റ്യൂസ് കേളി ഫേണ് നമ്മളിട്ടത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അശ്വിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് വരും അശ്വിൻ്റെ പ്രൊഫൈൽ. അപ്പോൾ നമ്മൾ പുള്ളി എവിടെയാണ് താമസിക്കുന്നത്, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണോ, അപ്പോൾ കൊറിയർ ചാർജ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളതിന് മറുപടി അയക്കണം, തിരിച്ചു മറുപടികൾ വരും. അങ്ങനെയാണ് ഇത് ഫോർവേഡ് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിലാദ്യം ചോദിച്ചിട്ടുണ്ട് ഇസ് ദിസ് അവൈലബിൾ. അപ്പോൾ നമ്മൾ യെസ് അവൈലബിൾ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഇതിനൊക്കെ നമ്മളുടെ മക്കൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അവർക്കും ഒരു
ഇൻട്രസ്റ്റ് ആയിരിക്കും. മെസ്സഞ്ചർ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഓർഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് നമ്മൾ ആവശ്യപ്പെടുക, നമ്മുടെ GPay നമ്പർ അവർക്ക് അയച്ചു കൊടുക്കുക. പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റിനോടൊപ്പം സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് നമ്മുടെ കൂടെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ പാഴ്സൽ റെഡിയായി. ഇനി നമ്മളത് DTDC വഴിയാണെങ്കിൽ അവിടെ എത്തിക്കണം, അതില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ എത്തിക്കാം. ട്രാക്കിംഗ് കോഡ് സ്ക്രീൻഷോട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. അപ്പം നമ്മൾ ഫേസ്ബുക്ക് വഴി തന്നെയാണ് നമ്മുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ സെയിൽ പോസ്റ്റുകളിൽ ഇട്ടിരുന്നത്. പക്ഷേ അതിലൂടെ കിട്ടിയ കസ്റ്റമേഴ്സ് എല്ലാം ചേർത്ത് നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വീഡിയോസ് കാണാനും ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനും ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.